അപ്പോൾ ഇന്ന് ഞാനുള്ളത് കുവൈറ്റ് ടവേഴ്സിലാണ്. അങ്ങനെ കുവൈറ്റ് ടവേഴ്സിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങിയ സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഞങ്ങളിപ്പോൾ കുവൈറ്റ് ടവേഴ്സിൽ എത്തിയിരിക്കുന്നത്. വളരെ അതിമനോഹരമായൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ കുവൈറ്റ് ഗവൺമെൻറ് ഇവിടെ ഒരുക്കിയേക്കുന്നത്. അതിമനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എനിക്ക് എന്താ പറയുക, പുകഴ്ത്തി പറയാൻ അറിയില്ല. ഇനി എന്ത് മനോഹരമായിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ നോക്കി. എന്ത് ക്ലീനാണ്. അപ്പോൾ അതാണ് നേരെയുള്ള കുവൈറ്റ് ടവേഴ്സ്. കുവൈറ്റ് ടവേഴ്സിലേക്കുള്ള എൻട്രൻസിലേക്കുള്ള പാതയാണ് നിങ്ങൾ കാണുന്നത്. നല്ല അടിപൊളി ഡിസൈനിലുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ എന്താ പറയുക, പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു സീ സ്പോട്ടാട്ടോ നന്നാക്കുന്നത്. നമുക്ക് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇതൊരു സീ സ്പോട്ടാണ്. അപ്പോൾ ഈ സീ സൈഡിൽ തന്നെയാണ് കുവൈറ്റ് ടവേഴ്സും ഉള്ളത്. ഈ കാണുന്നതാണ് കുവൈറ്റ് ടവേഴ്സ്. നമുക്ക് കുവൈറ്റിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി കേട്ടുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാം. കുവൈറ്റ് ഒരു 1938 കാലഘട്ടങ്ങളിലാണ് കുവൈറ്റിൽ ഓയിൽ നിക്ഷേപം കണ്ടെത്തിയത്. ഓക്കെ, സോ അതിനുശേഷം ഇവർക്ക് ഉയർച്ചയും താഴ്ചയും ഉണ്ടായിട്ടുണ്ട്. ഒരു 1980 കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിയുകയും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1990-കളായപ്പോൾ ഇറാഖി ഇൻവേഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പോകുന്നത് സദാം ഹുസൈൻ ഇവിടെ വന്ന് കുറേ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. വാറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനാണ് ഗൾഫ് വാർ എന്ന് അറിയപ്പെടുന്നത്. സോ അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞിങ്ങനെ പോകുന്നുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. പിന്നെ 2006-ലൊക്കെയാണ് പുള്ളി മരണപ്പെട്ടതും. അമേരിക്ക ഇടപെട്ട് ഇവിടെ ഒരു ലിബറേഷൻ ഉണ്ടാക്കി കൊടുത്ത കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. 3 ടവേഴ്സിനെ പറയുന്ന പേരാട്ടോ ഈ കുവൈറ്റ് ടവേഴ്സ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് വാട്ടർ സ്റ്റോറേജ് ടവേഴ്സാണ്. അതിൽ 2 വാട്ടർ സ്റ്റോറേജും 1 എക്യുപ്മെൻറ്റ്സൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് മെയിൻ ടവർ 187 മീറ്റർ ഹൈറ്റും അതിൽ 2 സ്ഫിയേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്ഫിയർ എന്ന് പറയുന്നത് ഒരു കറങ്ങുന്ന റെസ്റ്റോറൻ്റാണ്. പിന്നെ താഴത്തെ സ്ഫിയറിൽ 4500 ക്യൂബിക് മീറ്റേഴ്സോളം വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തേൽ 3500 ക്യൂബിക് മീറ്റേഴ്സിലും പറ്റും. സോ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അല്ലേ, കറങ്ങുന്ന റെസ്റ്റോറൻറ്റ്. 90 പീപ്പിളിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ആ റെസ്റ്റോറൻറ്റിൽ. 1979 മാർച്ചിലാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. കുവൈറ്റ് എന്ന് പറയുന്ന ഒരു കൺട്രി ഒരു ചെറിയ ഒരു കൺട്രി തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ. അതിനെ 6 ഗവർണറേറ്റായിട്ടാണ് തിരിച്ചാക്കുന്നത്. അതിൽ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് കുവൈറ്റ് സിറ്റിയാണ്. ക്യാപിറ്റൽ ഗവർണറേറ്റ് എന്നും നമുക്ക് പറയാം. ഞാൻ ഫർവാനിയ എന്ന് പറയുന്ന ഒരു ഗവർണറേറ്റിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കറൻസി എന്നറിയപ്പെടുന്ന കുവൈറ്റ് ദിനാർ, നമ്മുടെ ഇന്ത്യൻ റുപ്പി ഇപ്പോൾ നിലവിൽ 274 INR, അതായത് 274 രൂപ കൊടുത്താലാണ് ഇവിടുത്തെ ഒരു കുവൈറ്റ് ദിനാർ നമുക്ക് കിട്ടുകയുള്ളൂ. കുവൈറ്റ് സിറ്റിയുടെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ വന്ന് രാത്രി ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. എന്ത് മനോഹരമായ കാഴ്ചയാണ് നോക്കി. ഇവിടെ ചെറിയ ഒരു വഴി പോകുന്നുണ്ട്. ഇരുട്ടാണ്, എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് സീ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. വാവ്, അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അത്. സൂപ്പർ. റീൽസിൽ മാത്രം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ചെറിയ സ്ഥലങ്ങളാണത്.
എല്ലാവരും ഇപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന കാഴ്ചകളാട്ടോ അത്. എല്ലാവരും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ വെറുതെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഇവിടെ ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിഞ്ഞത്. ഈവൻ ഗൂഗിൾ റിവ്യൂസിൽ പോലും നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല ഇതിനെ പറ്റിയിട്ട്. ചുറ്റിനും കടലാണുള്ളത്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി കാഴ്ചകളാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നമുക്കിവിടെ വന്ന് കാണേണ്ട ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ ഒരാൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താണ് അരുൺ ഭായി പറയുന്നത്? മീൻ പിടിക്കാനായിട്ട് നല്ലൊരു സ്പോട്ടാണ്. നിങ്ങളെവിടെ മീൻ പിടിക്കാൻ പോയപ്പോൾ? നിങ്ങൾ സാൽമിയല്ലേ? കുറച്ച് നേരം അവിടെ വായ നോക്കി നിന്ന് ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ടാക്സി വിളിച്ച് പോകണം. നോക്കട്ടെ, ഞാൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ അവസ്ഥ രീതിയിൽ നമ്മൾ ടാക്സി വിളിക്കണോ അല്ലെങ്കിൽ ബസ്സിന് പോകണോ എന്ന് നോക്കേണ്ടി വരും. എന്തായാലും ഇത് നല്ലൊരു സ്പോട്ടാട്ടോ. ഞാൻ അറിഞ്ഞില്ല ഇങ്ങനത്തെ ഒരു നല്ലൊരു സ്പോട്ട് ഇവിടെ ഉള്ള കാര്യം. 2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട് ഞാനിവിടെ നേരത്തെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്പോട്ട് ഉള്ള കാര്യം അറിയില്ലായിരുന്നു. എന്തായാലും രാത്രി ഒരു മനോഹരമാണ് കുവൈറ്റ് സിറ്റി കാണാൻ വേണ്ടിയിട്ട്. നല്ല ലൈറ്റും കണ്ട ഒരു പ്രത്യേകത നോക്കിക്കോട്ടോ ഇതിൻ്റെ. ഇവിടെ നല്ല ലൈറ്റും രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ഗുമ്മും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ നല്ല ലൈറ്റും ഒരു ചെറിയൊരു ദുബായ് വൈബൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ കംപ്ലൈൻ്റ് ആയിരുന്നു ബിൽഡിംഗ് ഇല്ല. കുവൈറ്റിൽ വന്നപ്പോൾ നമുക്ക് ബിൽഡിങ്ങുകൾ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത്. കുവൈറ്റ് സിറ്റിയിൽ വന്നപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് മാറി കിട്ടി. ഇടയ്ക്കുള്ള ഈവനിങ്ങളിലൊക്കെ വന്നിട്ട് ഇതുപോലെ ചൂണ്ടയൊക്കെ ഇട്ട് സമയം കളയാം. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് കുറേ ദൂരമാണ്, ഒരു ഏകദേശം 1 മണിക്കൂർ ദൂരത്തിലാണ് ഞങ്ങളുടെ താമസം. വീഡിയോ കോളിൽ വൈഫിനെയും കൂടി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ടാക്സി കിട്ടിയിട്ടുണ്ട്. യെസ് കമ്മിങ് ബ്രോ. അങ്ങനെ ടാക്സി കിട്ടി. 1.5 പുള്ളിക്ക് നമ്മളെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ടാക്സിയിൽ കയറിയിരിക്കുകയാണ്. ഫിഷ് മാർക്കറ്റ്. ഒരെണ്ണുള്ളൂ എന്നല്ലേ പറഞ്ഞത്? എനിക്ക് മനസ്സിലായി.